ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അയ്യോ, ഞങ്ങളുടെ മകൻ രാജുവിന് എന്താ പറ്റിയത്? സിസ്റ്ററെ, ഞങ്ങളുടെ മകൻ രാജു എവിടാ കിടക്കുന്നത്? ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, എന്നിട്ട് നിങ്ങൾക്കും രാജുവിനെ കാണാം. എന്നിട്ട് ആ സിസ്റ്റർ പ്രിയയും വിളിച്ചോണ്ട് പോവുകയാണ്. ഇത് കണ്ടിട്ട് പത്മാവതിക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് പത്മാവതി പറയുന്നു, ബേണിച്ചേട്ടാ, ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ടൊന്ന് വരട്ടെ എന്നും പറഞ്ഞ് പത്മാവതി ആ സിസ്റ്ററിൻ്റെ പുറകിന് പോകുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാധമ്മയോട് വേണുചേട്ടൻ പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ രാധമ്മേ, നമ്മുടെ മോനൊന്നുമില്ല. വലിയ വലിയ ആശുപത്രിയിലൊക്കെ അങ്ങനെയാ, 10 മിനിറ്റ് കഴിഞ്ഞേ കാണിക്കത്തുള്ളായിരിക്കും. പ്രിയയെ വിളിച്ചുകൊണ്ട് പോയി സിസ്റ്റർ സംസാരിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. അയ്യോ, എന്താ സിസ്റ്ററെ, നിങ്ങളുടെ ആൻറ്റിജൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് ക്രിട്ടിക്കലാണ്, ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണം. അയ്യോ ദൈവമേ, നിങ്ങളിങ്ങനെ ഇമോഷനായിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളിത് നിങ്ങളുടെ അച്ഛനെയും അമ്മേനെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. അത്യാവശ്യം കുറച്ച് എമൗണ്ട് ഇവിടെ അടച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പറ്റത്തുള്ളൂ. പത്മാവതി ഉടനെ ചോദിക്കുന്നുണ്ട്, ഓപ്പറേഷന് വേണ്ടി ഇപ്പോൾ എത്ര രൂപ അടയ്ക്കണം? അതൊരു 20 ലക്ഷം രൂപ അഡ്വാൻസായിട്ട് ഇപ്പോൾ അടയ്ക്കണം. അതിപ്പോൾ ഉടനെ തന്നെ അടയ്ക്കുകയും വേണം. രാജുവിൻ്റെ വൈഫ് തുക കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ആ കുട്ടിയുടെ പണം അടച്ചിട്ടില്ല. ഓപ്പറേഷൻ വൈകിക്കും തോറും ആളിൻ്റെ നില ഗുരുതരാവസ്ഥയിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം അടയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. പെട്ടെന്ന് ഇത്രയും പണം എവിടുന്ന് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് പ്രിയയ്ക്ക് അറിയില്ല. അതോർത്ത് പ്രിയ നിന്ന് കരയുന്നത് കണ്ടുകൊണ്ട് പത്മാവതി പറയുവാണ്, സങ്കടപ്പെടാതെ, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ പോയി എത്രയും പെട്ടെന്ന് ഇവിടെ അടയ്ക്കാനുള്ള പണവും കൊണ്ടുവരാം. താൻ ചെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അടുത്തിരിക്കുക, അവരെ സമാധാനിപ്പിക്കുക എന്നും പറഞ്ഞ് പത്മാവതി അവിടുന്ന് പോവുകയാണ്. ഋതിക കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഋതികയെ അകത്തോട്ട് കടത്തി വിടുന്നില്ല. ഞാൻ പ്രതാപവർമ്മയുടെ മകൾ ഋതികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അയാൾ അംഗീകരിക്കുന്നില്ല. മിനിസ്റ്റർ അകത്ത് മീറ്റിങ്ങിലാണ്, ആരെ അകത്തോട്ട് കയറ്റി വിടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ്. എന്നെ അകത്തോട്ട് കയറ്റി വിടണം, എനിക്ക് ഉടനെ തന്നെ അച്ഛനെ കാണണം, എൻ്റെ ഭർത്താവ് അപകടപ്പെട്ട് ആശുപത്രിയിലാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, എനിക്ക് എൻ്റെ അച്ഛനെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ ആ സെക്യൂരിറ്റിയോട് പറയുന്നെങ്കിലും സെക്യൂരിറ്റി അകത്തോട്ട് കടത്തി വിടുന്നില്ല. നേരത്തെ അംബിക ഇതെല്ലാം സെക്യൂരിറ്റിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, അതായിരിക്കും സെക്യൂരിറ്റി അത്രയ്ക്ക് കടുത്ത നിലപാടിൽ തന്നെ നിൽക്കുന്നത്. ഋതിക എന്തൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി കടത്തി വിടുന്നില്ല. അവസാനം സെക്യൂരിറ്റി പറയുന്നത്, ആധാർ കാർഡോ എന്തെങ്കിലും ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ കാണിക്ക്, പ്രതാപവർമ്മ സാറിൻ്റെ മകളാണെന്നുള്ള എന്തെങ്കിലും തെളിവ് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഋതിക അങ്ങ് ആകെ തകർന്ന് കരഞ്ഞു പോവുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിലോട്ട് അച്ഛനോട് സഹായം ചോദിക്കാൻ വരുമ്പോൾ ആരാണ് ആധാർ കാർഡും ഒക്കെ കൊണ്ടുവരുന്നത്? ഈ സമയത്ത് TV-യിലെ ന്യൂസ് കണ്ടുകൊണ്ട് ശേഖർ പ്രതാപവർമ്മയെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരിക, ചേട്ടൻ ഇത് കാണ്, ഇത് കണ്ടേ പറ്റുമോ, എന്താന്ന് പറഞ്ഞ് TV നോക്കുമ്പോൾ രാജുവിൻ്റെ ആക്സിഡൻറ്റ് വിവരമാണ് പറയുന്നത്. ആ വിവരം കണ്ട് പ്രതാപവർമ്മ അങ്ങ് പെട്ടെന്ന് അമ്പരക്കുവാണ്. അയ്യോ, ഇതെന്താ ഇത്? ആരും എന്നോടൊന്നും പറഞ്ഞില്ല, ഞാനിതൊന്നും അറിഞ്ഞില്ല. ശേഖര, വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് പറഞ്ഞ് പ്രതാപവർമ്മ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അംബിക കയ്യെ പിടിച്ചങ്ങ് നിർത്തുവാണ്. പ്രതാപ, നീ എന്തറിഞ്ഞോണ്ടാ പോകുന്നത്? ഇലക്ഷനാ വരുന്നത്, നീ സ്ഥാനാർത്ഥിയാ, നിന്ന് തിരിയാൻ പോലും നേരമില്ലാത്ത പ്രോഗ്രാംസാണ് നിനക്കുള്ളത്. അതൊക്കെ ഒഴിവാക്കിയിട്ടേ നീ ഇപ്പം രാജുവിൻ്റെ അടുത്തോട്ട് പോകേണ്ട ഒരു കാര്യവും ഇല്ല. ചേച്ചി, അത് രാജു ക്രിട്ടിക്കൽ കണ്ടീഷൻ ഹോസ്പിറ്റലാന്ന് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ പോവാതിരിക്കുന്നത്? പ്രതാപ, നീ ചേച്ചി പറയുന്ന മാത്രം കേട്ടാൽ മതി. ഇപ്പോഴേ ഇലക്ഷൻ പ്രവർത്തനത്തിനാ നീ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലേ ഉണ്ടാകുന്നത് വൻ നഷ്ടങ്ങളായിരിക്കും. രാജുവിൻ്റെ ചികിത്സയൊക്കെ ആശുപത്രിക്കാർ നടത്തിക്കോളും, അതിന് നീ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ അവനെ ഹോസ്പിറ്റലിൽ പോയി കാണുന്നത്? രാവിലെ തന്നെ അവൻ ഇലക്ഷൻ വർക്കിന് വരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് അവൻ വന്നോ? നിന്നെ പറഞ്ഞ് പറ്റിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയവന്. അത് കേട്ടിട്ട് ശേഖർ, അംബിക ചേച്ചി, പറയാനുള്ളത് അംബിക ആരുടെ മുഖത്ത് നോക്കിയും പറയുവടാ. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് രാജുവിനെ പോയി കാണണം എന്നും പറഞ്ഞ് പ്രതാപവർമ്മ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പ്രതാപവർമ്മ കാറിൽ വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ ഗേറ്റിന്റെ വേളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഋതികയാണ് കാണുന്നത്. അച്ഛാ എന്ന് വിളിച്ച് ഋതിക കരയുകയാണ്. അച്ഛാ, രാജുവിനൊരു ആക്സിഡന്റ് പറ്റി, അവൻ ഹോസ്പിറ്റലിലാണ്, രക്ഷിക്കണം അച്ഛാ. രാജുവിന് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യണം, അതിനുള്ള കാശ് ഞങ്ങളുടെ ഇല്ലച്ചാ, അച്ഛൻ ഞങ്ങളെ സഹായിക്കണം, അച്ഛൻ രാജുവിനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് ഋതിക കരയുന്ന കണ്ടപ്പോൾ പ്രതാപവർമ്മയ്ക്ക് അങ്ങ് സങ്കടമാണ്. മോള് വിഷമിക്കാതെ, കരയാതെ, നീ കാറിനകത്തോട്ട് കയറ് എന്നും പറഞ്ഞ് ഋതികയും കൂട്ടിക്കൊണ്ട് പ്രതാപവർമ്മ ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. ആ സമയത്ത് ഹോസ്പിറ്റൽ ഡോക്ടർ വന്ന് സിസ്റ്ററിനോട് ചോദിക്കുന്നു, രാജുവിൻ്റെ സർജറിക്കുള്ള അഡ്വാൻസ് പെയ്ഡാണോ? അല്ല ഡോക്ടറെ എന്ന് പറയുമ്പോൾ രാജുവിൻ്റെ അച്ഛനും അമ്മയും അത് കേട്ടിട്ട്, ഓപ്പറേഷനോ? എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? നിങ്ങളിങ്ങനെ സമയം വൈകിക്കാതെ എത്രയും പെട്ടെന്ന് കാശടയ്ക്കാൻ പറ.
രാജുവിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. രാജുവിനെ അഡ്മിറ്റ് ചെയ്ത കുട്ടി എത്രയും പെട്ടെന്ന് കാശുമായിട്ട് വരാമെന്നും പറഞ്ഞാണല്ലോ പോയത്. ഡോക്ടർ അങ്ങനെ പറയുന്നത് കേട്ട് രാധമ്മ പറയുക, വേണുവേട്ട, നമ്മുടെ മകൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഋതിക മോള് നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ കാശും കൊണ്ട് വരുവോ വേണുവേട്ട? പ്രിയെ, ഋതിക മോളെ നീ ഒന്ന് വേഗം വിളിക്ക്. അപ്പോഴങ്ങോട്ട് പ്രതാപവർമ്മയെ ഋതികയും വരുന്നുണ്ട്. വർമ്മ സാറേ, ഞങ്ങളുടെ മോനെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് രാധമ്മ കരയുവാണ്. നിങ്ങൾ കരയാതെ, എല്ലാം ശരിയാകും, ഞാൻ വന്നല്ലോ എന്നിങ്ങനെ പ്രതാപവർമ്മ പറയുന്നുണ്ട്. ആ സമയത്ത് ആ സിസ്റ്റർ വന്നിട്ട് ഋതികയോട് ചോദിക്കുന്നു, കുട്ടി ഇത് എവിടെയായിരുന്നു? കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഋതിക സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ കാശ് കൊണ്ടുവന്നിട്ടില്ല. ഉടനെ പ്രതാപവർമ്മ പറയുന്നുണ്ട് സിസ്റ്ററിനോട്, എത്രയാ കാശടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ അടച്ചോളാം. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു നിമിഷം പോലും ഇനി താമസിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ റെഡിയാക്കിക്കോളൂ. അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നത്, സാറ് മിനിസ്റ്റർ വർമ്മ സാറല്ലേ? അതെ. അപ്പോഴാ പേഷ്യൻ്റ് സാറിൻ്റെ ആരാ? അത് എൻ്റെ മരുമകനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഋതിക അങ്ങ് സന്തോഷത്തോടെ കണ്ണുനീരൊഴുകുവാണ്. അത് കേട്ട് വേണുവും രാധമ്മയ്ക്കും എല്ലാം സങ്കടവും സന്തോഷവും വരുന്നുണ്ട്. അപ്പോഴാ സിസ്റ്റർ പറയാ, നിങ്ങൾ ആരും എന്താ ഇതുവരെ ഇതിവിടെ പറയാതിരുന്നത്? നിങ്ങളിത് പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ ഞങ്ങൾ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടാകുമായിരുന്നല്ലോ. വർമ്മ സാറിൻ്റെ ഒറ്റ വാക്കിൽ ഞങ്ങൾ എത്ര പേർക്കൂടെ ചികിത്സ നടത്തിയിട്ടുണ്ട്. ശരി, നിങ്ങൾ സമയം വൈകിക്കാതെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ റെഡിയാക്കാൻ നോക്ക് എന്നും പറഞ്ഞ് വർമ്മയെ അവിടെ ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുവാണ്. ഈ സമയത്ത് പത്മാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പത്മാവതി പ്രതാപവർമ്മയെ കാണുന്നുണ്ട്. പ്രതാപവർമ്മ ഇങ്ങനെ ചെക്കൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത്. പത്മാവതി പെട്ടെന്ന് മറിഞ്ഞങ്ങ് നിൽക്കുവാണ്. രാജുവിൻ്റെ അച്ഛൻ പ്രതാപവർമ്മയുടെ കൈയെ പിടിച്ചിട്ട് പറയുന്നു, വർമ്മ സാറേ, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജുവിനെ തിരിച്ചു വേണം വർമ്മ സാറേ. വർമ്മ സാറിനോട് അവൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തു. അതിന് വർമ്മ സാർ അവനെ മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ടെങ്കിൽ അതേ മനസ്സുകൊണ്ട് തന്നെ അവന് മാപ്പ് നൽകണേ വർമ്മ സാറേ എന്നും പറഞ്ഞ് കരഞ്ഞപേക്ഷിക്കുകയാണ്. എന്താ വേണുവേട്ടായി പറയുന്നത്? ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് പ്രതാപവർമ്മയെ ആശ്വസിപ്പിക്കുവാണ്. പത്മാവതി അതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പത്മാവതി അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, അപ്പോൾ ഋതികയുടെ ഭർത്താവ് രാജു ആയിരുന്നോ? രാജുവിനങ്ങനെ അകത്ത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതക്കൽ ഇങ്ങനെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പ്രതാപവർമ്മയാണെങ്കിൽ രാജുവിനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകൾ, പ്രതാപവർമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോഴും പ്രതാപവർമ്മയെ നോക്കിയതും പ്രതാപവർമ്മയെ പല അപകടങ്ങളിൽ നിന്നും രാജു രക്ഷിച്ചതും ഇങ്ങനെ ഓരോന്നും ഓർത്തോർത്ത് പ്രതാപവർമ്മയിലങ്ങ് സങ്കടപ്പെടുവാണ്. ദീപക് അവിടെ മറഞ്ഞു നിന്നതെല്ലാം കാണുന്നുണ്ട്. പ്രതാപവർമ്മ വന്നതും അവരെ ആശ്വസിപ്പിച്ചതും ചെക്കെഴുതി ഒപ്പിട്ട് കൊടുത്തതുമെല്ലാം. അവനവിടെ നിന്ന് പുറൂർത്ത് പല്ല് കടിക്കുക. അമ്മയോട് ഞാൻ പറഞ്ഞതാ, ഈ അമ്മാവൻ എന്തിൻ്റെ കേടാ, എന്തിനാ ഇയാൾ ഇങ്ങോട്ട് വന്നത്? അമ്മയോട് പറഞ്ഞിട്ടുള്ള ഇയാളെ ഇങ്ങോട്ട് വിടരുത് എന്നൊക്കെ പറഞ്ഞ് അവനൊന്നും ഇങ്ങോട്ട് പുറൂർത്തോണ്ടിരിക്കുക. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടറെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വന്നിട്ട്, ഡോക്ടറെ, ഞങ്ങളുടെ മകൻ എങ്ങനെ ഇരിക്കുന്നു? അവന് ബോധം വന്നോ ഡോക്ടറെ എന്നൊക്കെ അങ്ങോട്ട് ആവേശത്തോടെ ചോദിക്കുവാണ്. എത്ര ലക്ഷം കൊണ്ടുവന്നിട്ടും ഇനി പ്രയോജനമൊന്നുമില്ല. ഞങ്ങൾ ശ്രമിക്കാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു. രാജുവിനെ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. ഇങ്ങനെ ഒരു സ്വപ്നം ഋതിക നേരത്തെ കണ്ടിരുന്നു. ഋതിക ആ സ്വപ്നത്തിൻ്റെ ഭയത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഡോക്ടർ അവിടെ നിന്ന് എല്ലാവരോടും പറയുവാണ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും സമാധാനത്തോടൊന്ന് കേൾക്ക് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഋതിക, ദൈവമേ, എൻ്റെ സ്വപ്നത്തിലും ഇങ്ങനെയാണല്ലോ ഡോക്ടർ പറഞ്ഞത് എന്നോർത്തിങ്ങനെ ഭയന്ന് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിനൊന്നും സംഭവിക്കില്ലെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. എൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.